ഒന്ന് അമർത്താം. അപ്പോൾ നമ്മൾ ഈ പവർ ബട്ടണും ഈ റിമോട്ടിൻ്റെ ഈ പവർ ബട്ടണായിട്ട് നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞു. ഈ സെറ്റ് ബോക്സ് റിമോട്ട് ഉപയോഗിച്ച് തന്നെ ടി വിയുടെ പവർ നമ്മൾ ഓണാക്കി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടി വി ഓൺ ചെയ്യണമെങ്കിൽ 2 റിമോട്ട് വേണം. ആദ്യം നമ്മുടെ ടി വിയുടെ റിമോട്ട് പവർ ബട്ടൺ അമർത്തി ഓൺ ചെയ്യണം. അതിനുശേഷം സെറ്റ് ബോക്സ് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റണം. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഈ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് വെച്ച് തന്നെ നമുക്ക് ടി വി ഓൺ ചെയ്യാനും അതേപോലെ വോളിയം കൂട്ടാനും ഇൻപുട്ട് സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഈ ടി വി റിമോട്ട് നമുക്ക് ഈ സെറ്റ് ബോക്സ് റിമോട്ടായിട്ട് പെയർ ചെയ്യാം, അതായത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ബോക്സ് റിമോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ടി വി ഓൺ ചെയ്യാനും അതുപോലെ മൈനസ് പവർ ബട്ടൺ എല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ സെറ്റ് ബോക്സ് റിമോട്ടിലെ ഈ സെറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണും, കണ്ടല്ലേ, ടി വി കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ആ സെറ്റ് എന്നുള്ള ബട്ടൺ കാണും. അതിങ്ങനെ കുറച്ചൊരു 3 സെക്കൻഡ് നിനക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഈ റിമോട്ട് ഇവിടെ വയ്ക്കുക. ഇതിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പവർ ബട്ടൺ ആണെങ്കിൽ പവർ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, ആ റിമോട്ട് അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ഈ ടി വി റിമോട്ടിൽ ഈ പവർ ബട്ടൺ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് ഈ പവർ ബട്ടൺ ഒന്നിങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ കണ്ട, ഇപ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് അവിടെ നിന്നു. അപ്പോൾ ഈ പവർ ബട്ടണും ഇതായിട്ട് ലിങ്കായി. അപ്പോൾ നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ ഈ സെറ്റ് ബട്ടൺ ഒന്നുകൂടി ഒന്ന് അമർത്താം. അപ്പോൾ നമ്മൾ ഈ പവർ ബട്ടണും ഈ റിമോട്ടിൻ്റെ ഈ പവർ ബട്ടണായിട്ട് നമ്മൾ കണക്റ്റ് ആക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വോളിയം, അത് ഇതേപോലെ തന്നെ സെറ്റ് ബട്ടൺ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ നല്ല ബ്രൈറ്റായിട്ട് കത്തും. അതിനുശേഷം നമുക്ക് മൈനസ് അടിക്കാം. വോളിയം മൈനസാണ് നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മൈനസ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റിമോട്ടിൽ വോളിയം മൈനസ് ബട്ടൺ ഇതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അമർത്തി പിടിച്ചു, കണ്ടോ. അമർത്തി പിടിച്ച വഴിക്ക് നമ്മളവിടെ ഡബിൾ ലൈറ്റ് കത്തിയിട്ട് അങ്ങനെ ഓഫായി. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനടുത്തത് നമുക്ക് പ്ലസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊന്ന് നെക്കി പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലസ്, നമുക്ക് അടുത്ത് പ്ലസ്സാണ് സെറ്റ് ചെയ്യാനുള്ളത്. പ്ലസ് ഒന്ന് അമർത്തുക, ബ്ലിങ്ക് ചെയ്യും. വീണ്ടും നമ്മൾ ഇതിലത്തെ പ്ലസ് ബട്ടൺ ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ അതും സെറ്റായി. നമ്മൾ സെറ്റാക്കണമെങ്കിൽ ഇത് കൺഫേം കൊടുക്കുന്ന സെറ്റിൽ നിന്ന് കൺഫേം കൊടുത്താലേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതും സെറ്റായി. ഇനി അടുത്തുള്ളത് ഇൻപുട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ സെറ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രൈറ്റിൽ കത്തും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ഇതിൽ ഇതാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബട്ടൺ ഒന്ന് അമർത്തി പിടിച്ചാൽ അതും സെറ്റായി. അപ്പോൾ നമ്മൾ സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇനി ടി വി നമുക്ക് ഓൺ ചെയ്യാനും അതുപോലെ ഓഫ് ചെയ്യാനും ഈ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാം. വോളിയം മൈനസ് പ്ലസ് ഒക്കെ നമുക്ക് ഇനി ഒരു റിമോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ടി വി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അതുപോലെ സെറ്റ് ബോക്സ് ചാനൽ മാറ്റാനും നമ്പർ അടിക്കാനൊക്കെ നമുക്കൊരു ഒറ്റ റിമോട്ട് മതി. ഇനി നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒറ്റ റിമോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ടി വിയും സെറ്റ് ബോക്സും കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ടി വിയുടെ സ്വിച്ചൊക്കെ ഓൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ടി വിയുടെ റിമോട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്കിനി അവിടെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ടി വിയുടെ പവർ ഓൺ ചെയ്യാൻ പോകണം. നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ അമർത്തി കഴിഞ്ഞാൽ ഓൺ ആവുകൊണ്ട് നോക്കാം. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ തന്നെ ചാനൽ മാറ്റാം. സെറ്റ് ബോക്സ് റിമോട്ട് നമ്മൾ സാധാരണ എന്താണ് ചെയ്യണത് അതേപോലെ എല്ലാം ചെയ്യാം. അതേപോലെ വോളിയം കൂട്ടാം കുറയ്ക്കാം. ഇനി നമുക്ക് ടി വിയുടെ വോളിയം കുറയുന്നുണ്ടോ നോക്കാം. ഓക്കെ, ടി വിത്തെ റിമോട്ടിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻപുട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സെറ്റ് ബോക്സിൽ ചാനൽ മാറ്റുന്നുണ്ടോ നോക്കാം. അതുമല്ല, എല്ലാം തന്നെ കറക്റ്റായിട്ട് നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരു റിമോട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ടി വിയും അതേപോലെ ഓൺ ചെയ്യാം, ഇത് മാറ്റാം, എല്ലാം തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒറ്റ റിമോട്ട് തന്നെ നമുക്ക് ഇനി ടി വിക്ക് ഉപയോഗിക്കാം, അതുപോലെ സെറ്റ് ബോക്സിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തുള്ള ഓരോ ട്രിക്സ് ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്